T20 ലോകകപ്പ് ടീമിലേക്ക് വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും ഒരുമിച്ച് പരിഗണിക്കില്ലെന്ന് റിപ്പോർട്ടുകൾ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിനിടെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗർക്കർ രോഹിത്തുമായും കോഹ്ലിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ലോകകപ്പിൽ കളിക്കാൻ ഇരുവരും സന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിരാട് കോഹ്ലി T20 ക്രിക്കറ്റിലെ ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ റൺവേട്ടക്കാരനാണെങ്കിലും മൂന്നാം നമ്പറിലിറങ്ങി കോഹ്ലിയുടെ മെല്ലപ്പോക്ക് നിലവിലെ സാഹചര്യത്തിൽ ടീമിന് ഗുണകരമാവില്ല എന്നാണ് വിലയിരുത്തൽ. ഇന്നിംഗ്സിനൊടുവിൽ സ്കോറിംഗ് നിരക്ക് കൂട്ടുന്നതാണ് വിരാട് കോഹ്ലിയുടെ ശൈലി. രോഹിത് ശർമ്മയുടെ സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിൽ ആശങ്കയ്ക്ക് വകയില്ലെങ്കിലും സ്ഥിരതയാർന്ന പ്രകടനം ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. 2022 T20 ലോകകപ്പിന്റെ സെമി ഫൈനലിലാണ് ഇരുവരും അവസാനമായി ഇന്ത്യക്കായി കളിച്ചത്. രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തിയാൽ ടീമിന്റെ സന്തുലനത്തെയും അത് ബാധിക്കും. രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ എന്നിവരാകും ടോപ്പ് 5-ൽ. ആദ്യ 5-ൽ ഒറ്റ ഇടംകയ്യൻ ബാറ്റർ പോലും ഉണ്ടാകില്ല. എന്നാൽ രോഹിത്തോ കോഹ്ലിയോ മാറി നിന്നാൽ ഇടംകയ്യനായ യശസ്വി ജയ്സ്വാളിനെ ഓപ്പണറായി കളിപ്പിക്കാനാവും. കോഹ്ലിയെ ഒഴിവാക്കിയാൽ രോഹിത്തും യശസ്വിയും ഓപ്പൺ ചെയ്യുകയും ഗിൽ മൂന്നാം നമ്പറിൽ കളിക്കുകയും ചെയ്യും. രോഹിത്തിനെയും കോഹ്ലിയെയും ടീമിലെടുത്താൽ ഋതുരാജ് ഗെയ്ക്വാദും ഇഷാൻ കിഷനും ടീമിൽ നിന്ന് പുറത്താവും. ഒന്നുകിൽ രണ്ടുപേരെയും എടുക്കുക, അല്ലെങ്കിൽ രണ്ടുപേരെയും ഒഴിവാക്കി യുവതാരങ്ങളെ കളിപ്പിക്കുക എന്നതും സെലക്ഷൻ കമ്മിറ്റിക്ക് മുന്നിലുള്ള സാധ്യതയാണ്. എന്നാൽ കോഹ്ലിയോ രോഹിത്തോ എന്ന കാര്യത്തിലും അതേപോലെ രോഹിത്തും കോഹ്ലിയും ഉൾപ്പെടുമോ എന്ന കാര്യത്തിലും BCCI സെക്രട്ടറി ജയ്ഷായുടെ നിലപാടാകും നിർണായകമാകുകയെന്നും റിപ്പോർട്ടുകളുണ്ട്. മറ്റൊന്ന്, ഉത്തർപ്രദേശിനെതിരായ കേരളത്തിൻ്റെ രഞ്ജി ട്രോഫി മത്സരം ആലപ്പുഴയിൽ പുരോഗമിക്കുകയാണ്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഉത്തർപ്രദേശ് 302 എന്ന ശക്തമായ സ്കോർ സ്വന്തമാക്കിയിരുന്നു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ കേരളവും തരക്കേടില്ലാത്ത പ്രകടനമാണ് ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത്. സഞ്ജു മത്സരത്തിൽ നേടിയ ഒരു സിക്സറാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തരംഗമായി മാറിയിരിക്കുന്നത്. ആലപ്പുഴ മൈതാനത്ത് തന്നെ കാത്തിരുന്ന ആരാധകർക്ക് മുൻപിൽ ആദ്യ പന്തിൽ തന്നെ സിക്സർ പറത്തിയാണ് സഞ്ജു ഞെട്ടിച്ചത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ എല്ലാവരും പരമാവധി ക്ഷമയോടെ കളിക്കാൻ ശ്രമിച്ച സമയത്താണ് സഞ്ജു ആദ്യ പന്തിൽ തന്നെ സിക്സർ നേടി കാണികളെ അമ്പരപ്പിച്ചത്.